എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠത്തിലെ 3 എക്സസൈസ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോസ് എന്ത് ചെയ്യുക, പ്ലേ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളിലെ 4ാമത്തെ എക്സസൈസിലോട്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ സമാന്തര ശ്രേണി എന്താണ്, അതിന്റെ പൊതുവ്യത്യാസം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം പൊസിഷൻസ് ആൻഡ് ടേംസ് എന്നാണ്. പൊസിഷൻസ് അതിന്റെ ടേംസ്, പദങ്ങളും പദങ്ങളുടെ സ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഒരു ശ്രേണി സമാന്തര ശ്രേണി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്? അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2ാമത്തെ പദത്തിൽ നിന്ന് തൊട്ട് മുൻപത്തെ പദമായ 1ാമത്തെ പദം കുറയ്ക്കും, അല്ലെങ്കിൽ 3ാമത്തെ പദത്തിൽ നിന്ന് തൊട്ട് മുൻപത്തെ പദമായ ഏത് കുറയ്ക്കും? 2ാമത്തെ ടേം കുറയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ അടുത്തടുത്തുള്ള ടേംസ് തന്നിരിക്കണമെന്നുണ്ടോ? ഇതാ ഞാൻ ഇവിടെ ഒരു 6 ക്വസ്റ്റ്യൻ, നിങ്ങളുടെ 4ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ചോദ്യമാണ്. അത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 24 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അടുത്ത് 2 ടേം തന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഏതാണ് തന്നിട്ടുള്ളത്? 4ാമത്തെ ടേം തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തടുത്ത് ഏതെങ്കിലും ടേം ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഇവിടെ അങ്ങനെ ടേം ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് D = പൊതുവ്യത്യാസം സമം ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ D = ഡിഫറൻസ് ബിറ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുകയാണ്. 5-25. ഓക്കെ, ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇടയ്ക്കുള്ള 3 ടേം എനിക്ക് കണ്ടുപിടിക്കും. അപ്പോ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിലല്ലേ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഇടയ്ക്കുള്ള 3 ടേം കണ്ടുപിടിക്കണമെങ്കിൽ 5നോട് എത്ര വീതമാണ് കൂട്ടി പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് D = ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് ഈ സീക്വൻസിലെ 1ാം പദം x1 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്. 1ാം പദം 5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഏതാണ്? 1, 2, 3, 4, 5. x1, x2, x3, x4, x5. 5ാം പദം തന്നിട്ടുണ്ട്. എത്രയാണെന്നുള്ളത്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ x1 അറിയാം, x5 അറിയാം. നമ്മുടെ ഫോർമുല എന്താണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ളത്? D = ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? x5 - x1. 5ാം പദത്തിൽ നിന്നും 1ാം പദം കുറച്ചു, ഡിവൈഡ് ബൈ അതിന്റെ സ്ഥാനം. 5ാം പദം എന്ന് പറയുമ്പോൾ എത്രാമത്തെ സ്ഥലത്താണ് ഇരിക്കുന്നത്? 5ാമത്തെ പൊസിഷനിൽ. x1 എന്ന് പറയുമ്പോൾ 1ാം പദം എവിടെ ഇരിക്കുന്നു? -1ാമത്തെ പൊസിഷനിൽ. ഈക്വൽ ടു 5ാം പദം 25 - 5/5 - 1 ഈക്വൽ ടു 4. ഈക്വൽ ടു 25 - 5 20 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 20 - 4 ഈക്വൽ ടു 5. അപ്പൊ പൊതുവ്യത്യാസം കിട്ടി. എത്രയാണെന്ന് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്? ഇടയ്ക്കുള്ള ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ഏതാണ് കൂട്ടി പോകേണ്ടത്? പൊതുവ്യത്യാസമായിട്ടുള്ള 5 ആണ് കൂട്ടി പോകേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടേം 5. അപ്പൊ 2ാമത്തെ ടേം x2 ഈക്വൽ ടു എത്രയായിരിക്കും? x2 ഈക്വൽ ടു x1 പ്ലസ് d. അതായത് x1 ആയിട്ടുള്ള 5 പ്ലസ് പൊതുവ്യത്യാസം 5 ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പൊ x2 എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അത് കഴിഞ്ഞാലുള്ള x3 കണ്ടുപിടിക്കണം. x3 ഈക്വൽ ടു x3 3ാം പദം ഈക്വൽ ടു 2ാം പദം x2 പ്ലസ് d ഈക്വൽ ടു എത്രയാണ്? 10 പ്ലസ് 5 ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പൊ ഇത് എത്രയെന്ന് കിട്ടി? 15. അടുത്ത 3ാം പദം എത്ര? 4ാം പദം എത്രയായിരിക്കും?
ഈ 15 പ്ലസ് 5 20 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിട്ട്, ഏതെങ്കിലും രണ്ട് ടേംസ് തന്നിട്ട് ആ ടേമും തന്നിരിക്കും, അതിന്റെ പൊസിഷനും തന്നിരിക്കും, അതിന്റെ സ്ഥാനവും തന്നിരുന്നാൽ നമുക്ക് ആ സീക്വൻസിൽ എത്ര നമ്പേഴ്സ് വേണോ, എത്ര പദങ്ങൾ വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് D equal to ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ രീതിയിലാണ് ചെയ്യുന്നത്. വേറെ കൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സീക്വൻസ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ പദം തന്നിട്ടുണ്ടായിരുന്നു, അഞ്ചാമത്തെ ടേം തന്നിട്ടുണ്ടായിരുന്നു, അത് രണ്ടും എഴുതി. അപ്പൊ അഞ്ചാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചു, ഡിവൈഡ് ബൈ അതിന്റെ പൊസിഷൻ 5 മൈനസ് 1, അതായത് 25 മൈനസ് 5 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി, 5 എന്ന് കിട്ടി. ഈ 5 കൂട്ടി എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ സീക്വൻസിൽ എല്ലാ ടേമും നമുക്ക് കിട്ടി. ഇതാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് ഒരു ഫോർമുലയും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ എവിടെയെങ്കിലുമുള്ള അവസാനത്തെയോ ഇടയ്ക്കോ ഏതെങ്കിലും ഒരു സീക്വൻസ്, ആ സീക്വൻസ് ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ടേം, അതായത് nth ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. nth ടേം അല്ലെങ്കിൽ n-ാം പദം, nth ടേം അല്ലെങ്കിൽ n-ാം പദം, അതായത് n 25 ആണെങ്കിൽ 25-ാം പദം. ഒരു സീക്വൻസിൽ 4 ടേം തന്നിട്ടുണ്ടായിരിക്കും, അതിൽ 25-ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ 50-ാമത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 100-ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അങ്ങനെ ഏത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാലും അവിടെ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് xn, nth ടേം xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു ഫോർമുല കൂടെ ഉപയോഗിക്കും. xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നും പറയും. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. രണ്ട് ഫോർമുലയും ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ രണ്ട് ഫോർമുലയും ഒന്ന് തന്നെയാണ്. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d, അല്ലെങ്കിൽ xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഫോർമുലയിലാണെങ്കിൽ d എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കോമൺ ഡിഫറൻസ് തന്നെയാണ്. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, 25-ാമത്തെ പദമാണെങ്കിൽ n 25, 30-ാമത്തെ പദമാണെങ്കിൽ 30, 100-ാമത്തെ ടേമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ n എത്ര, 100. അപ്പൊ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതാണെന്ന് തോന്നുന്നത് n എന്ന് പറയുന്നത്. ഇനി f എന്താണ്? f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. f എന്ന് പറഞ്ഞാൽ എന്താണ്? f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനാണെന്ന് പറയുന്നത് f എന്ന് പറയുന്നത്. അപ്പോ dn പ്ലസ് f മൈനസ് d. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതാണ് n. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d വീണ്ടും എന്ത് തന്നെയാണ്, പൊതുവ്യത്യാസം തന്നെയാണ്. ഓക്കെ, ഈ ഫോർമുല തന്നെയാണ് ഈ ഫോർമുലയും. നമുക്ക് നോക്കാം. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഫസ്റ്റ് ടേമിനെ തന്നെയാണ് ഇവിടെ a എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതായത് ഇവിടെ f വന്നു, പകരം ഇവിടെ a വന്നു, രണ്ടും ഒന്ന് തന്നെ. n എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, n എന്ന് പറഞ്ഞാൽ ഏത് ടേമാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതാണ് ഈ n. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഈ d കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, എന്താണ്, a പ്ലസ് d ഇൻറ്റു n dn, d ഇൻറ്റു 1 മൈനസ് d. ഓക്കെ, എന്നിട്ട് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അതായത് a പ്ലസ് d ഇൻറ്റു n dn മൈനസ് d, a പ്ലസ് dn മൈനസ് d. ഇതിനെ അറേഞ്ച് ചെയ്താൽ dn പ്ലസ് a മൈനസ് d, dn പ്ലസ് a മൈനസ് d. അത് തന്നെയാണ് ഇവിടെ എക്ക് വരെ f എടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും ഒന്ന് തന്നെയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് ഫോർമുല ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഒന്ന് xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d, അല്ലെങ്കിൽ xn ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് ഈ ഫോർമുല വെച്ച് എന്ത് ചെയ്യാൻ പഠിക്കാം, dn പ്ലസ് f മൈനസ് d എന്നുള്ള ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഈ രണ്ട് എഴുതി വെച്ചിരിക്കുക. അടുത്തായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ 4ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു 6 സീക്വൻസ് തന്നിട്ടുണ്ട്. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ടേംസിന്റെ സ്ഥാനത്ത് ഒരു റൗണ്ട് വരച്ചത്. ഈ ഭാഗത്ത് വരുന്ന ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 1ാമത്തെ സീക്വൻസ് നോക്കാം. 24, 42, അടുത്ത രണ്ട് ടേം ഇല്ല, അത് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി,
ആദ്യം ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, പൊതു വ്യത്യാസം. എന്നിട്ട് അത് കൂട്ടി കൂട്ടി എഴുതിയാൽ പോരെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സീക്വൻസ് നോക്കാം. ഒന്നാമത്തെ 24, 42. അടുത്തത് രണ്ടെണ്ണം അറിയില്ല. അടുത്തത് രണ്ടെണ്ണം അറിയില്ല, നമുക്ക് അറിയില്ല. അപ്പൊ ആദ്യം കണ്ടുപിടിക്കേണ്ടത് x1 ഒന്നാമത് 24 ആണെന്ന് അറിയാം, x2 42 ആണെന്ന് അറിയാം, x3 x4 നമുക്ക് അറിയില്ല. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസമാണ്. ഇവിടെ അടുത്തടുത്തുള്ള ടേംസ് ഉണ്ടല്ലോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള രണ്ട് ടേം തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് x2 മൈനസ് x1 ഈക്വൽ എത്രയാണ്? 42 മൈനസ് 24. 42 മൈനസ് 24. 42 ൽ നിന്നും 24 കുറയ്ക്കണം. എത്ര കിട്ടും ആൻസർ? 12 ന് 4 കുറച്ചു എത്ര? 8. ബാക്കി 3 ന് 2 ക്യാൻസൽ 1. അപ്പോൾ ആൻസർ എത്രയാണ്? d ഈക്വൽ ടു 18 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? d ഈക്വൽ ടു 18. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ ടേം എന്ന് പറയുന്നത് x3, മൂന്നാം പദം. x3 ഈക്വൽ ടു x2 ന്റെ കൂടെ എത്ര കൂട്ടണം? d കൂട്ടണം. അതായത് ഈ 42 ന്റെ കൂടെ 18 കൂട്ടുമ്പോഴാണ് ഏത് കിട്ടുന്നത്? x3 കിട്ടുന്നത്. ഈക്വൽ ടു 42 പ്ലസ് 18 ഈക്വൽ എത്രയാണ് കിട്ടുന്നത്? 42 പ്ലസ് 18. 8 2 10, 5 1 6, 60 എന്ന് കിട്ടും. x3 ഈക്വൽ ടു 60 എന്ന് കിട്ടും. x3 ഈക്വൽ ടു എത്ര കിട്ടും? 60. അപ്പോൾ ഇവിടുത്തെ ടേം കിട്ടി 60. x3 ഈക്വൽ ടു എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അതുപോലെ x4 എന്ത് ചെയ്യണം കണ്ടുപിടിക്കാനായിട്ട്? ഈ 60യോടൊപ്പം എത്ര കൂട്ടണം? 18 കൂട്ടണം. അപ്പോൾ x4 ഈക്വൽ ടു x3 പ്ലസ് 18 ഈക്വൽ ടു 60 പ്ലസ് 80. 60 പ്ലസ് 80 എത്ര കിട്ടും? 78 എന്ന് കിട്ടും. അപ്പൊ അടുത്ത ടേം കിട്ടി 78 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ഇവിടെ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും നമ്മള്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് മെത്തേഡ്. അടുത്തടുത്തുള്ള ടേംസ് വന്നിട്ടുണ്ട്, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും വ്യത്യാസം കണ്ടുപിടിക്കും. എത്ര കിട്ടും? 18 കിട്ടും. 24 ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. 42 18 കൂട്ടുമ്പോൾ അടുത്ത ടേം ചെയ്യാൻ പറ്റൂല നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയും കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? തൊട്ടടുത്ത ടേംസ് തന്നെയാണ്. അപ്പോൾ 42 മൈനസ് 24 എത്ര തന്നെ കിട്ടും? 18 തന്നെ കിട്ടും. ആ 18 24 ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ x2 കിട്ടും. ആ x2 ൽ നിന്നും അടുത്ത ടേം കുറയ്ക്കുമ്പോൾ ഏത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ടേം അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചെയ്തു, രണ്ടാമത്തത് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് കുറച്ച് എഴുതിയാൽ മതി. നാലാമത്തെ ചോദ്യത്തിലോട്ട് വരാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 24 അടുത്തൊരു ടേം നമുക്ക് അറിയില്ല, 42 അടുത്ത ടേം നമുക്ക് അറിയില്ല, എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ഫോർമുല പഠിച്ചത്. എന്താണ്? d ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ x1 ഈക്വൽ ടു എത്ര എന്നറിയാം? 24 ആണെന്ന് അറിയാം. x3 മൂന്നാമത്തെ ടേം ഈക്വൽ ടു എന്താണെന്ന് അറിയാം? 42 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും? d ഈക്വൽ ടു x3 മൈനസ് x1 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 മൈനസ് 1 ഈക്വൽ ടു 42 മൈനസ് 24 ഡിവൈഡ് ബൈ 2. 42 മൈനസ് 24 ഡിവൈഡ് ബൈ 2. 42 24 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? ആൻസർ 18 എന്ന് കിട്ടും. 18 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എത്ര കിട്ടും? ആൻസർ 9 എന്ന് കിട്ടും. അപ്പൊ നിങ്ങളുടെ പൊതുവ്യത്യാസം d ഈക്വൽ ടു എത്ര എന്ന് കിട്ടി? 9 എന്ന് കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? 24 ലൂടെ ഇതാണ് x2, ഇത് x3, ഇത് x4. ഓക്കെ, അപ്പൊ x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x2 ഈക്വൽ ടു x1 പ്ലസ് d. അതായത് എത്ര? 24 പ്ലസ് 9. 24 ലൂടെ എത്ര കൂട്ടി? 9 കൂട്ടി. 24 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24 പ്ലസ് 9. 24 പ്ലസ് 9 സോറി 24 പ്ലസ് 9 ഈക്വൽ ടു 9 പ്ലസ് 4 13. ഒന്ന് ബാലൻസ് വരും. 2 പ്ലസ് 1 33 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 33. x2 ഈക്വൽ ടു 33. അടുത്ത x4 ഈക്വൽ ടു x3 പ്ലസ് d ഈക്വൽ ടു 42 പ്ലസ് 9. 42 പ്ലസ് 9 എത്ര കിട്ടും? 42 പ്ലസ് 9 51 എന്ന് കിട്ടും. ഇതാണ് x4 എന്ന് പറയുന്നത്. അടുത്തതായി അഞ്ചാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു?
പൊതു വ്യത്യാസം തൊട്ട് മുമ്പ് കിട്ടിയതുപോലെ വ്യത്യാസം 9 എന്ന് കിട്ടും. ആ 9 24 9 കുറയുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. ആ 24 9 കൂട്ടുമ്പോൾ കിട്ടും, തൊട്ടടുത്ത ടേം കിട്ടും. ഇനി അടുത്ത് വരുന്നത് ആറാമത്തെ ചോദ്യം. 24 അടുത്ത രണ്ട് ടേം ഇല്ല, 42. അപ്പോൾ 24 അടുത്ത രണ്ടെണ്ണം നമുക്ക് അറിയില്ല, 42. അപ്പൊ ഇത് x2 ഇത് x3. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻസ് എന്താണ്? b = പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് എന്താണ്? x4 - x1. അതായത് ഇത് x1 ഇത് x4. അപ്പോൾ x4 - x1 ഡിവൈഡ് ബൈ 4 - 1. അതായത് എന്താ 42 - 24 ഡിവൈഡ് ബൈ 4 - 1 ആണ് കിട്ടും. 42 - 24 18 divided by 4 minus 1 3. 18 by 3 എത്രയാണ് ആൻസർ? 6 ആണ്. എത്ര d equal to 6. അപ്പോൾ ഇനി ടേംസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? x2 equal to 24 plus എത്ര 6. 24 plus 6 എത്ര? 30 എന്ന് കിട്ടും. അടുത്ത x3 equal to 30 plus 6 equal to 30 plus 6 36. അടുത്ത 36 into 6 കൊണ്ട് ബന്ധം 42. അപ്പോൾ ഇടയ്ക്കുള്ള രണ്ട് ടേംസ് അപ്പോൾ ഈ എക്സസൈസിൽ നാലാമത്തെ എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ടേംസും അതിന്റെ പൊസിഷൻസും തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഞാനത് ഒരെണ്ണം ചെയ്തില്ല. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ്. തേർഡ് ടേം എത്ര? 34. സിക്സ്ത് ടേം 67. അപ്പോൾ തേർഡ് ടേം അതായത് x3 ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? സോറി, x3 ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 34 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത x6 സിക്സ്ത് ടേം ഈക്വൽ ടു 67 എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് x1 അറിയില്ല, x2 അറിയില്ല, x3 അറിയാം, 34 ആണെന്ന് അറിയാം. അടുത്ത x4 അറിയില്ല, x5 അറിയില്ല, x6 നമുക്ക് 67 ആണെന്ന് അറിയാം. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ x3 അറിയാം, x6 അറിയാം. ഫോർമുല എന്താണ്? പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക. 34 നിന്ന് കുറച്ച് എഴുതാം, 34 കൂട്ടി എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം d equal to പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് x6 minus x3 divided by difference between position 6 minus 3 equal to 67 minus 34 divided by 3 and 67 minus 34 divided by 3. 67 minus 34 equal to 84 കുറച്ചാൽ ആൻസർ 3. 6 minus 3 അപ്പോൾ ആൻസർ എത്രയാണ്? 33 equal to 33 divided by 3 equal to 11 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി എത്രയാണ്? 11. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x1 x2 x4 ആദ്യത്തെ 5 പദങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പൊതു വ്യത്യാസം കിട്ടി. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് x2 നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഏത് കണ്ടുപിടിക്കാം? x2 കണ്ടുപിടിക്കാം. x3 അറിയാം, എത്ര അറിയാം? 34. അപ്പോൾ x2 equal to x3 minus 11. ഇതിന്ന് 11 കുറയ്ക്കാം. ഓക്കെ, ഈക്വൽ ടു എത്ര? 34 minus 11. 34 minus 11. 34 minus 11. 4 എന്ന് കുറച്ചാൽ 3. 3 എന്ന് കുറച്ചാൽ 2 ആൻസർ എത്ര? 23 എന്ന് കിട്ടും. x2 equal to 23. അടുത്ത x1 equal to ഈ 23 minus 11. x2 നമുക്ക് കിട്ടി, 23 എന്ന് കിട്ടി. ഈ 23 11 കുറയ്ക്കുമ്പോൾ ഏത് കിട്ടും? x1 കിട്ടും. അപ്പോൾ 23 minus 11 equal to 23 11 കുറച്ചാൽ എത്ര കിട്ടും? ആൻസർ 23 minus 11 equal to 12 എന്ന് കിട്ടും. ആൻസർ 23 minus 11 എത്ര? 12 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി 12. അപ്പോൾ 12 നോട് 11 കൂട്ടി 23. 23 11 കൂട്ടി കിട്ടി 34. അടുത്ത 34 അതായത് നമുക്ക് കണ്ടുപിടിക്കുന്നത് x4 ആണ്. അപ്പോൾ x4 equal to 34 അതായത് തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് 11 equal to എത്ര കിട്ടും? 45 എന്ന് കിട്ടും. എത്ര കിട്ടും? ആൻസർ 45 എന്ന് കിട്ടുന്നത്. x4 equal to 45. അപ്പോൾ അടുത്ത x5 ആണ് കണ്ടുപിടിക്കേണ്ടത്. 45 plus 11 equal to 56 എന്ന് കിട്ടുമ്പോൾ 50 ടേം കിട്ടി. അപ്പോൾ ഈ സീക്വൻസ് ആദ്യത്തെ 5 ടേം നമുക്ക് എങ്ങനെയാണ് എഴുതാം? 12, 23, 34, 45, 56 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 5 ടേമിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം
ഒരു സീക്വൻസിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ അഞ്ചാമത്തെ ടേം x5 = 38 ആണെന്നും ഒൻപതാമത്തെ ടേം 66 ആണെന്ന് തോന്നുന്നുണ്ട്. അഞ്ചാം പദം 38 ആണെന്നും ഒൻപതാം പദം 66 ആണെന്ന് തോന്നുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 25ാമത്തെ ടേം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോ 25ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമ്മൾ നേരത്തെ പഠിച്ചതാണ് nth ടേം, അതായത് നമുക്ക് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടേം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? xn = dn plus f minus d. dn plus f minus d. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x25 ആണ് കണ്ടുപിടിക്കേണ്ടത്. x25. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? d അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ അത് നമുക്ക് d യുടെ ഫോർമുല വെച്ച് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. n 25 ആണെന്ന് തന്നിട്ടുണ്ട്. 25ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n = 25. അത് f ഫസ്റ്റ് ടേം നമുക്ക് എത്രയെന്ന് അറിയാം? ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം നമുക്ക് അറിയാം. ഇല്ല, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളൂ 38 എന്ന് പറഞ്ഞ ഫിഫ്ത്ത് ടേം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 25th ടേമിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്, അതായത് പൊതുവ്യത്യാസമാണ്. അപ്പോ d = പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ട ഫോർമുല x9 - x5 divided by x9 - x5 divided by 9 - 5 equal to 66 - 38 divided by 9 - 5. ആൻസർ എന്താ? 4 എന്ന് വരും. അപ്പോ 66 - 38. ഓക്കെ, ഒന്ന് കട എടുക്കുന്നു. അപ്പൊ ഇത് 16 ആകും. 16 8 കുറച്ച് ബാക്കി 8 ബാലൻസ്. ഇവിടെ 5 ഉണ്ട്. 5 - 3 2 നീട്ടും. അപ്പൊ ആൻസർ എത്ര? 28 divided by 4. 28 divided by 4. അപ്പൊ 28 നെ 4 ഡിവൈഡ് എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? 7 കിട്ടും. 28 divided by 4 = 7. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി 7 ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഫോർമുലയിൽ നമുക്ക് എന്തൊക്കെയായി? n ആയി, d ആയി. ഇവിടെ d കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടേം. അപ്പോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ സീക്വൻസിൽ 25ാമത്തെ ടേം ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x5 നിന്നും എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാൽ കിട്ടും? അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 ടേം പുറകിലോട്ട് പോകുമ്പോഴല്ലേ ഫസ്റ്റ് ടേം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x1 അല്ലെങ്കിൽ f x5 നമുക്കറിയാം. അതിന് എത്ര ടേം പുറകിലോട്ട് പോകണം? അഞ്ചാമത്തെ ടേമിന് എത്ര ടേം പുറകിലോട്ട് പോകണം? 4 ടേം പുറകിലോട്ട് പോകണം. അപ്പോ -4d. x5 അഞ്ചാമത്തെ പദത്തിൽ നിന്ന് 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അതായത് എത്രയാണ്? 38 - 4 × 7. 38 - 4 × 7 equal to 38 - 7 × 4. 28 എന്ന് കിട്ടും. ഓക്കെ, 38 - 20 equal to ആൻസർ 10 എന്ന് കിട്ടും. അപ്പോ ഫസ്റ്റ് ടേം കിട്ടി 10. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച മെത്തേഡ് വേറെ ഒന്നുമല്ല. ഫിഫ്ത്ത് ടേം നമുക്ക് അറിയാമായിരുന്നു 38. അതിൽ നിന്ന് ഒരിക്കൽ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഫോർത്ത് ടേം കിട്ടും. വീണ്ടും ഒരിക്കൽ കൂടെ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? തേർഡ് ടേം. ഒരിക്കൽ കൂടെ കുറയ്ക്കുമ്പോൾ സെക്കൻഡ് ടേം. വീണ്ടും ഒരിക്കൽ കൂടെ കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം. അങ്ങനെ 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എഴുതി കുറച്ച് അഞ്ചാമത്തെ ടേമിൽ നിന്ന് കുറച്ച് എനിക്ക് എന്ത് കിട്ടി? ഒന്നാം പദം x1 കിട്ടി. x1 അല്ലെങ്കിൽ f എന്ന് പറയുന്ന ടേം കിട്ടി. അപ്പൊ ഇനി ഫോർമുലയിൽ കൊടുത്താൽ മതി. കണ്ടുപിടിക്കേണ്ടത് 25th ടേം ആണ്. അപ്പോ x25 dn plus d എന്ന് പറയുന്നത് എത്രയാണ്? a × n. 25 plus f minus d. അതായത് f എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഫസ്റ്റ് ടേം 10 - d 7 equal to 7 × 25 × 7 7 35 7 × 14 17 175 എന്ന് കിട്ടും. equal to 175 plus 10 - 7. 10ൽ നിന്നും 7 കുറച്ചാൽ ബാക്കി എത്രയാണ്? ആൻസർ 3. അപ്പൊ 175 plus 3 equal to ആൻസർ എത്ര കിട്ടും? 178 എന്ന് പറയുന്നതാണ് 25ാമത്തെ ടേം എന്ന് പറയുന്നത്. അപ്പൊ ഈ സീക്വൻസിലെ 25ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 178 എന്ന് പറയുന്നതാണ് ഈ സീക്വൻസിലെ 25ാമത്തെ പദം എന്ന് പറയുന്നത്.